നമ്മൾ ഈ നിൽക്കുന്ന ഈ മുകൾ ഭാഗത്താണ് പുതിയതായി വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ദേവസി ചേട്ടൻ്റെ വീട് ഉൾപ്പെടെ അപകടാവസ്ഥയിലാണ്. വീണ്ടും മണ്ണിടിയുമെന്നൊരു ആശങ്ക ഈ പ്രദേശത്ത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ദേവസി ചേട്ടൻ്റെ വീട്ടിലുള്ള ആളുകളോട് ഉൾപ്പെടെ മാറണം, ചേട്ടനോട് ഉൾപ്പെടെ മാറണം, ഈ വീട്ടിലുള്ള സാധനങ്ങൾ മാറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നമ്മൾ നിൽക്കുന്ന ഈ നിമിഷം, ഈ നിൽക്കുന്ന സ്ഥലം ഏത് നിമിഷവും നിലമൊത്താവുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പോൾ ദേവസി ചേട്ടനാണ് നമ്മുടെ കൂടെ ചേരുന്നത്. മാറണമെന്ന് പറഞ്ഞല്ലേ? അതെ. മാറാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചോ? സാധനങ്ങളൊക്കെ മാറ്റാൻ തുടങ്ങിയോ? ഇല്ല, ഞങ്ങൾക്കൊരു ഇരിപ്പിടം വേറെ മാറ്റി വാടകയ്ക്കാനും കിട്ടിയിട്ടില്ല. അത് അന്വേഷിച്ചുകൊണ്ട് രാവിലെ ഇറങ്ങിയതാണ്. ഈ ടൗണിലൊരു ഇരിപ്പിടം കിട്ടിക്കഴിഞ്ഞാൽ മാറ്റും. ഇപ്പോൾ അത്യാവശ്യം തുണി സാധനങ്ങൾ എടുക്കാനായിട്ട് ഞാൻ വന്നതാണ്. ഇപ്പോൾ ജീവൻ വരെ പണയം വെച്ചാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളിവിടെ നിൽക്കുന്നില്ലല്ലോ, താമസമല്ലേ. പുല്ലാരി അലി എന്ന് പറഞ്ഞാൽ ഇതാ ഈ നിൽക്കുന്ന ഈ സ്ത്രീയുടെ വീട്ടിലെ താമസം. അവർ ഭക്ഷണം തന്ന് ഞങ്ങളെ അവിടെ സംരക്ഷിക്കുക ദിവസങ്ങളായിട്ട്. ഇപ്പം എന്താ ചെയ്യുക? ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? എല്ലാം എന്നാ ചെയ്യാനിരിക്കുന്നത്? സർക്കാർ എന്തെങ്കിലും നഷ്ടം തന്നില്ലേ ഞങ്ങൾ പിന്നെ ജീവിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ അധ്വാനം എൻ്റെ 30 വർഷത്തെ അധ്വാനം 150 ജാതി കായ്ച്ചതുണ്ട്. 1000ഓളം കൊടിയുണ്ട്. അതിൽ പകുതി സാധനം താഴെ നിൽക്കുന്ന ജാതിയൊക്കെ മൊത്തം ഇടിഞ്ഞു പോയി. ഈ വീട് കൂടെ ഉള്ളൂ ബാക്കി. ഇപ്പോൾ അപകടാവസ്ഥയിലായിരിക്കും. അതും ഇങ്ങനെ അപകടത്തിലാണ്. ഇത് പട്ടയഭൂമിയിലായിരിക്കുന്നത്, അല്ലാതെ പുറമ്പോക്കൊന്നും അല്ല. ഞാൻ പണം കൊടുത്ത് വാങ്ങിച്ചതാണ് 30 വർഷം മുമ്പ്. ഇപ്പോൾ ഇറങ്ങി മാറിക്കോളാൻ കമ്പനിയുടെ ഉത്തരവ് വന്നു. ഇത് കേൾക്കാൻ ഇവിടെ സർക്കാരുണ്ട്. ഇതിൻ്റെ മിനിസ്റ്റർ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരുന്നതാണല്ലോ. കൃത്യമായിട്ടുള്ള ഒരു മണ്ണെടുപ്പാണോ നടന്നുകൊണ്ടിരുന്നത്? ഇവർ അശാസ്ത്രീയമായിട്ടായി ചെയ്തുകൊണ്ടിരുന്നത്. പറഞ്ഞിരുന്നു ആരോടേലും ഒക്കെ? പറഞ്ഞു പല പ്രാവശ്യം. അപ്പോൾ വീട് ഓടിച്ചെന്ന് സർവേരെ കൊണ്ടുവന്ന് ഇത് പുറമ്പോക്കാന്ന് പറഞ്ഞുകൊണ്ട് കല്ലൻ്റെ വീടിൻ്റെ മുറ്റത്ത് വരെ വരച്ചു പോയി. ഇനി താൻ സംസാരിക്കണ്ടെന്നുള്ള കണ്ടീഷനിൽ. ഒരു പരാതി പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു അവർ. ഭീഷണിപ്പെടുത്തലായിരുന്നു ഉണ്ടായത്. ഈ കമ്പനി നേരിട്ട് കമ്പനിയുടെ സൂപ്പർവൈസറും അതിൻ്റെ ഇവിടെയുള്ള എല്ലാ മെയിൻ ഉദ്യോഗസ്ഥന്മാരും കൂടെ കൂടി ചെയ്തതാണ് മനഃപൂർവ്വമായിട്ട്. ഓക്കെ, ദേവസി ചേട്ടനാണ് സംസാരിച്ചത്. ഈ കാണുന്നതാണ്, അതായത് നമുക്ക് ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് മണ്ണിടിഞ്ഞ പ്രദേശം. ഈ വീട് ഉൾപ്പെടെ ഇപ്പോൾ അപകടാവസ്ഥയിൽ നിൽക്കുകയാണ്. നമ്മൾ നിൽക്കുന്നതിന് ഏതാണ്ട് ഒരു 50 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ മുകൾ ഭാഗത്തായിട്ടാണ് പുതിയ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആളുകളോട് മാറാനാണ് പറഞ്ഞിരിക്കുന്നത്. മഴ ശക്തമായി തന്നെ ഇടവിട്ട് തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മഴ തുടർന്നിട്ടുണ്ടെങ്കിൽ ഈ വിള്ളലിനിടയിലേക്ക് വെള്ളം ഇറങ്ങുകയും ഒരു മണ്ണിടിച്ചിലിന് കാരണമായി മാറുകയും ചെയ്യും. റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.